ഓൺലൈൻ ബാങ്കിങ്ങിന്റെ മറ്റു പേരുകളാണ് ഏതൊക്കെ? വെർച്വൽ ബാങ്കിങ് എന്ന് വിളിക്കാം, ഇ ബാങ്കിങ് എന്ന് വിളിക്കാം. എന്നൊക്കെ പറയാം. ഓൺലൈൻ ബാങ്കിങ്ങിനെ തന്നെ നമുക്ക് നെറ്റ് ബാങ്കിങ് എന്ന് പറയാം, വെർച്വൽ ബാങ്കിങ് എന്ന് പറയാം, അതുപോലെ തന്നെ ഇ ബാങ്കിങ് എന്ന് വിളിക്കാം. ഇതിന്റെ എല്ലാം പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ത്രൂ എ ഇലക്ട്രോണിക് ഡിവൈസ്. ഒരു ഇലക്ട്രോണിക് മോഡിലൂടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസിലൂടെ ബാങ്കിങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ വെർച്വൽ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ്, ഇ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ് എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഈ ഓൺലൈൻ ബാങ്കിങ്ങിൽ തന്നെ വരുന്നതാണ് മൊബൈൽ ബാങ്കിങ്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്, ഓൺലി ത്രൂ ദ മൊബൈൽ. ആ മൊബൈൽ ബാങ്കിങ്ങിന് ഏതിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ? ഓൺലി ത്രൂ മൊബൈൽ. മൊബൈലിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബാങ്കിങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മൊബൈൽ ബാങ്കിങ് എന്ന് പറയും. പക്ഷെ ഈ പറഞ്ഞ അതായത് വെർച്വൽ ബാങ്കിങ്, ഇ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ്, ഇതിനെല്ലാം കോമൺ ആയിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? നെറ്റിലൂടെയാണ് അല്ലെങ്കിൽ നെറ്റിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്? സാധ്യമാകുന്നത്. പക്ഷെ മൊബൈൽ ബാങ്കിങ്ങിന്റെ ഒരു പ്രത്യേകത ഓൺലി ത്രൂ മൊബൈല്. മറ്റതിന്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് എനി ഇലക്ട്രോണിക് മോഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ്. അത് കമ്പ്യൂട്ടർ ആവാം, മൊബൈൽ ആവാം, അങ്ങനെ ഏത് ഇലക്ട്രോണിക് ഡിവൈസിലൂടെയും എന്ത് ചെയ്യാം? ഓൺലൈൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഈ പറഞ്ഞ ബാങ്കിങ് ആക്ടിവിറ്റീസ്.